ഹലോ ഫ്രണ്ട്സ്, ഈ കുഞ്ഞുമുഖം നിങ്ങൾക്ക് ആർക്കും പരിചയം ഉണ്ടാവില്ല. കാരണം ഇവളെ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ അനിയത്തീൻ്റെ മോളാണ് കേട്ടോ, ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ്. മോൻ വിളിക്കുന്നത് കുഞ്ഞു ബേബി എന്നാണ്. അപ്പോൾ ഞങ്ങളും അങ്ങനെ കുഞ്ഞു ബേബി എന്ന് വിളിച്ച് അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞു ബേബി അങ്ങനെയൊക്കെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് വിളിക്കാൻ ഒരു പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇവൾ ഇന്ന് 3 മാസത്തിന് ശേഷം അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അവൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവളുടെ ഔട്ട്ഫിറ്റ് ഇന്ന്. ചെറിയൊരു ഉടുപ്പും ഒരു ഹെയർ ബാൻഡും അതിന് മാച്ചിങ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഒപ്പിച്ചതാണ്. അപ്പം ഇതൊക്കെ ചെറിയൊരു ചടങ്ങാണ്. അപ്പോൾ അമ്മ വിളക്ക് കത്തിച്ച് അതിൽ അരിയും പറയും താലവും ഒക്കെ ഉണ്ട്. തണ്ണിക്കിണ്ടി വെച്ചിട്ടുണ്ട്. ഒരു വെള്ളമുണ്ട് പായൽ വിരിച്ചിട്ടുണ്ട്. അവിടെയാണ് അനിയത്തി ഇരിക്കുക. അവൾ ഇരുന്നതിന് ശേഷം അമ്മ മോളെ അവളുടെ കയ്യിലേക്ക് കൊടുക്കും. പിന്നെ മോൾ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അത് അവളുടെ ആൻറ്റി അച്ഛൻ്റെ സിസ്റ്റർ അമ്മയ്ക്ക് കൊടുത്തതിന് ശേഷം ഞങ്ങൾ മോളെ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഒരു ചെറിയ ചടങ്ങാണ്. ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കാരണവന്മാരായിട്ട് ഉണ്ടാക്കി വെച്ച ചടങ്ങ് നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നു എന്നുള്ളൂ. അതിൽ എന്തെങ്കിലും മീനിങ് ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ എന്തെങ്കിലും കഥയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ചടങ്ങ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പം അച്ഛൻ്റെ വീട്ടിലേക്ക് അവർ പോയതിനു ശേഷം പിന്നാലെ തന്നെ ഞങ്ങളും പോകുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും. ഇപ്പം ലോങ് വീഡിയോ ആക്കുന്നില്ല, ചെറിയൊരു ഷോർട്സ് വീഡിയോ ആക്കിയാണ് ഇട്ടിട്ടുള്ളത്. അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്ന് മുതൽ വയറ്റിലുള്ള അന്ന് മുതൽ ഇപ്പോൾ ഇതാ 3 മാസം 90 ദിവസമായി മോക്ക്. അന്ന് വരെ ഇവിടെയാണ്, എൻ്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അപ്പം പോകുമ്പോൾ ഒക്കെ ഒരു സ്ഥലം മാറ്റം, അവൾക്ക് പുതിയ ആളുകളെ പരിചയം, എന്താകും ഇന്നത്തെ രാത്രിത്തെ കഥ നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഈ മോളേക്കാൾ കൂടുതൽ മിന്നുവിനായിരിക്കും ഇന്ന് ബുദ്ധിമുട്ട്. കാരണം ഒരു 5-6 മാസത്തോളം ഇപ്പോൾ ഇവിടെ അമ്മേൻ്റെ കൂടെ ഇവിടെ സ്വന്തം വീട്ടിൽ നിന്ന് പെട്ടെന്ന് വീണ്ടും കല്യാണം കഴിച്ച് പോയാൽ അതേ ഒരു ഫീലായിരിക്കും. ഇന്നിപ്പോൾ ഇനി ഒരു 3-4 ദിവസം പിടിക്കുക അതിന് മാറ്റം വരാൻ വേണ്ടിയിട്ട്. അപ്പം ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പോകുമ്പം. പിന്നെ അച്ഛൻ മോളെ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് മുന്നിൽ. അല്ലെങ്കിലും എപ്പോഴും നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതം എങ്ങനെയാണ്, നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോകുന്നു. പിന്നെ പ്രസവിക്കുന്നതിന് തൊട്ട് മുൻപ് ഇങ്ങോട്ട് വരുന്നു, സ്വന്തം വീട്ടിലേക്ക് വരുന്നു. പിന്നെ പ്രസവിച്ച് കുട്ടിക്ക് 3 മാസമാകുമ്പോൾ വീണ്ടും പോകുന്നു. എപ്പോഴും ഒരു മാറ്റം നമ്മുടെ സ്ത്രീകളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെന്തോ പഴയ കാലം മുതലേ അങ്ങനെ തന്നെയാണ്. അതിനൊരു മാറ്റവും പ്രത്യേകിച്ച് ഇപ്പോൾ വന്നതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. നമ്മുടെ കാരണന്മാരുണ്ടാക്കി വെച്ച അതേ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.